ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ പരാബോള ദാറ്റ് സാറ്റിസ്ഫൈ ദ ഗിവൺ കണ്ടീഷൻസ്. വെർട്ടെക്സ് 0 0, ഫോക്കസ് -2 0. നമുക്ക് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. ഒരു പരാബോളയുടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളയ്ക്ക് ടേണിങ് സംഭവിക്കുന്ന പോയിന്റ്, അതെപ്പോഴും ഒറിജിൻ തന്നെയാണ്. ഫോക്കസ് മാർക്ക് ചെയ്യേ. ഫോക്കസ് -2, 0. അത് എക്സ് ആക്സിസിലല്ലേ വരിക, ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണത്. പരാബോളയുടെ ഉള്ളിലാണ് ഫോക്കസ്. അപ്പം ഇങ്ങനെയായിരിക്കണം പരാബോള വരേണ്ടത്. വെർട്ടെക്സ് ഒറിജിൻ, പരാബോളയ്ക്ക് ടേണിങ് സംഭവിക്കുന്ന പോയിന്റ്, അതെല്ലാ ടൈപ്പ് പരാബോളയ്ക്കും ഒറിജിൻ തന്നെയാണ്. ഇത് ടൈപ്പ് 2 പരാബോളയാണ്. ഇവിടെ എ എന്താണെന്നറിയാമോ? എ എന്താണ്? ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് 2 അല്ലേ? നോക്കിയേ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ -2 എഴുതണ്ടല്ലോ, സൈൻ എഴുതേണ്ട ആവശ്യമില്ല. ഒറിജിനിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ ഈ പരാബോള സെക്കൻഡ് ടൈപ്പ് പരാബോളയാണ്. y² = -4ax എന്നാണ് പരാബോളയുടെ ഇക്വേഷൻ. y² = -4 × a × x. a 2 ആണല്ലോ, എക്ക് പകരം 2 എഴുതാം, x. y² = -8x ആണ് പരാബോള. ഓക്കെ.